പി ശ്യാംരാജ്, എൻ കെ പ്രേമചന്ദ്രന്റെ ഈ വാചകം, ഇതിനെതിരെ വലിയ വിമർശനം സൈബർ ലോകത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മഞ്ജുഷേ, ഇപ്പോൾ ഈ ഇദ്ദേഹം പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതി വിധി വന്ന സമയത്ത് അവിടെ ആ വിധിക്ക് ശേഷം ഇവിടെ എത്രയും പെട്ടെന്ന് യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോയ സമയത്ത് ആ സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഭക്തർക്കെതിരെ പോലും വലിയ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളൊരു സർക്കാരാണ് ഇവർ. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടും അല്ലെ ആ ശബരിമലയിലെ ഈ രഹന ഫാത്തിമയും ബിന്ദു അമ്മണിയൊക്കെ കയറിയതിന് മുമ്പും ശേഷവുമുള്ള അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എടുത്തു നോക്കണം. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ പോലും അവർക്ക് ഏതെങ്കിലും ഒരു വിശ്വാസമുള്ളതായിട്ടോ അല്ലെങ്കിൽ വിശ്വാസമുള്ളതായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റുകളോ ഫോട്ടോകളോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്ന് മാത്രമല്ല, രഹന ഫാത്തിമ അയ്യപ്പ ഭക്തരെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ, അവരെ മുഴുവൻ വേദനിപ്പിക്കുന്ന രീതിയിൽ കറുപ്പുമുടുത്ത് വളരെ വികലമായിട്ടുള്ള അർദ്ധനഗ്നയായിട്ടുള്ള ചിത്രം പോസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീയെയാണ്, അതുപോലെയുള്ള ആളുകളെയാണ്, വിശ്വാസത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത ആളുകളെയാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷനിൽ പോലീസിൻ്റെ കോട്ട് ഉപയോഗിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ശബരിമല കയറ്റിയത്. അതേ സമയത്ത് തന്നെ ഭക്തർക്ക് എന്താ സംഭവിച്ചെന്നറിയോ? അവിടെ ഇരിക്കുന്ന നടന്ന് തളർന്നു വന്നിരിക്കുന്ന ഭക്തരെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോലും ഈ പിണറായിയുടെ പോലീസ് സമ്മതിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റുകളിലെ വെള്ളം പോലും കട്ട് ചെയ്യുകയും പല ടോയ്ലറ്റുകളും അടച്ചിടുക പോലും ചെയ്തിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ഭക്തൻ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നടപ്പന്തലിൽ വെള്ളമൊഴിക്കുക വരെ ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ. അങ്ങനെ ഒരു വശത്ത് ബിന്ദു അമ്മണിയെ പോലെ, രഹന ഫാത്തിമയെ പോലെ ഉള്ള ആളുകളെ ശബരിമലയിലേക്ക് കയറ്റി വിടുവാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ മറുവശത്ത് ഭക്തരെ അടിച്ചമർത്തുകയും ശബരിമലയിൽ കയറാൻ വേണ്ടിയിട്ട് പോലും സമ്മതിക്കാതെ ഇരിക്കുന്ന നടപടികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് കൃത്യമായിട്ട് മഞ്ജുഷ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ ആലപ്പുഴയിൽ നിന്നുള്ള മുൻ MP ആരിഫ്, അദ്ദേഹത്തിൻ്റെ ഈ ശബരിമലയിലെ ആദ്യകാല പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, കോടിയേരി ബാലകൃഷ്ണൻ ഒന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന SFIയുടെ സഖാക്കളായിട്ടുള്ള പെൺകുട്ടികൾ ശബരിമലയിൽ വന്ന് കയറുമെന്ന്. അതായത് ആരിഫ് അടക്കമുള്ള നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ആഗ്രഹിക്കുന്നത് അങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ ഒരു നിർദ്ദേശം കൊടുക്കണമെന്നും പെൺകുട്ടികൾ കയറണമെന്നുമാണ്. ഞങ്ങളുടെ പ്രശ്നം അത് മാത്രമൊന്നുമല്ല, ഇതേ ആരിഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള നമ്മുടെയൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം തട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞ സമയത്ത് ഈ ആരിഫ് എന്ന് പറഞ്ഞത് ഈ തട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആരും കടന്നു കയറേണ്ട ആവശ്യമില്ല, അത് പഠിച്ചിട്ട് ചെയ്താൽ മതി എന്ന് മാത്രമായിരുന്നു. അതായത് ശബരിമലയിൽ അവർക്ക് എന്തുമാകാം, SFIയുടെ പെൺകുട്ടികളെ കയറ്റിവിടുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. പക്ഷെ മറുവശത്ത് സ്വന്തം വിശ്വാസത്തിന്റെ കാര്യമാകുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും, ഓരോ മന്ത്രിമാരും, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഇനി ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടന്ന് പറഞ്ഞത്, കോടതിയിൽ ഇവർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണ്, 40-ലധികം വരുന്ന സ്ത്രീകൾ കയറിയെന്ന് വ്യാജ അഫിഡവിറ്റ് കൊടുത്ത ആളുകളാണ് ഇവരെന്ന്. അപ്പോൾ അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും മുഴുവൻ കാര്യങ്ങളും ഇവർ നടത്തിയിട്ടുള്ളത്. അതിലെന്ത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരു ജനങ്ങളെ എങ്ങനെ എന്ത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങളാണ്. പക്ഷേ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാം സമര കാലഘട്ടത്തിൽ ബിന്ദു അമ്മണിയെ, ഈ പറഞ്ഞ രഹന ഫാത്തിമയെ, കനകദുർഗയെ മുഴുവൻ ആളുകളെയും കയറ്റുവാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോത്സാഹനം നൽകിയതും പിന്തുണ നൽകിയതും കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ അന്ന് പക്ഷേ സർക്കാർ അങ്ങനെ ചെയ്തപ്പോൾ യുവതി പ്രവേശനത്തിന് അനുകൂലമായ ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു രീതിയിൽ ഈ പോട്ടയും ബീഫും കഴിപ്പിച്ചാണ് മല ചവിട്ടിച്ചത് എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് വർഗീയത ഇളക്കി വിടുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലുള്ള പ്രചാരണവും നടത്താം. അതാണിപ്പോൾ എൻ കെ പ്രേമചന്ദ്രനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും പ്രേമചന്ദ്രൻ പറഞ്ഞതിനെ ഓൺ ചെയ്യുന്നില്ലല്ലോ അല്ലേ? പ്രേമചന്ദ്രൻ അങ്ങനെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നുള്ളതാണല്ലോ അല്ലേ? പ്രേമചന്ദ്രൻ ഇതുവരെ അങ്ങനെ ഒരു തെളിവൊന്നും പറഞ്ഞില്ല. പക്ഷെ പോലീസുകാർ നൽകിയ വിവരമെന്നേ അദ്ദേഹം പറയുന്നു.
അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്ക് സമയം തരും. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു MP ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിവില്ല, പക്ഷെ അന്വേഷണം നടക്കട്ടെ. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ചില പോലീസുകാർ ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ളതാണ്. ആ MP ആയിട്ടുള്ള ഒരാൾ, എത്രയോ വർഷങ്ങളായിട്ട് MP ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും, അല്ലെ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഇനി പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യം പ്രേമേന്ദ്രൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഈ വർഗീയത പറഞ്ഞു എന്ന് പറയുന്നത്, ആരാണ് മഞ്ജുഷ വർഗീയത പരത്തുന്നത്? തുടക്കത്തിൽ അതാണ് ഞാൻ ഈ ആരിഫിനെ പോലെയുള്ള അതിവർഗീയത പരത്തുന്ന ആളുകൾ. ഷംസീർ പറഞ്ഞത് എന്താണ്? ഷംസീറിന്റെ കാര്യം ഇവിടെ പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഗണപതി മിത്താണെന്ന് പറഞ്ഞ അതേ ഷംസീർ തന്നെ പറഞ്ഞത് മലാക്കുകൾ ചിറകുള്ള കുതിരകൾക്ക് മേലെ പറന്നു വരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തുമായിക്കോട്ടെ, അദ്ദേഹം എന്തും പറഞ്ഞോട്ടെ, അതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഒരു വശത്ത് തന്റെ വിശ്വാസം സയന്റിഫിക് ആണെന്നും ശരിയാണെന്നും പറയുകയും മറുവശത്ത് ഗണപതി മിത്താണെന്ന് പറയുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്, ഈ അവരുടെ നേതാക്കന്മാർ തന്നെയാണ് വർഗീയത ഇളക്കി വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം ആവശ്യമെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. പറഞ്ഞത് നിലവിലുള്ള ഒരു MP തന്നെയാണ്. അതോടൊപ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനോട് വേണ്ടിയിട്ട് കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ്, നിലവിലെ ഇവരുടെ നേതാക്കന്മാർ തന്നെയാണ്. അതിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് സാധിക്കില്ല. അതിനുത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ. അതിനുശേഷം നടത്തിയിട്ടുള്ള എല്ലാ സംഗമവും ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ടുള്ള ആഗോള സംഗമമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ആഗോള സംഗമം ആളില്ലാ സംഗമമായിട്ട് പൊളിഞ്ഞതും. കാരണം ഈ മലയാളികൾ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂലെന്ന്, ഇവിടുത്തെ അയ്യപ്പ ഭക്തരെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂല. അവർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നടത്തിയ ആ ഒരു സംഗമത്തിൽ പോലും ആള് കുറഞ്ഞു പോയത്. ഇനി ആള് കുറഞ്ഞു പോയതിനെ കുറിച്ചിട്ട് വേറെ എനിക്ക് പറയേണ്ടി വരും. കാരണം 3000 ഇപ്പോഴത്തെ നിലവിൽ ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് 3000 എന്ന് പറഞ്ഞ എണ്ണം ആഗോള അയ്യപ്പ സംഗമത്തിൽ 3000 ആളുകൾ വരും എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അതിൻ്റെ പേരിൽ പണം തട്ടിയെടുക്കാനായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഇന്നേക്ക് വരെയായിട്ട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ കൂടി വരുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് ശബരിമലയിലും കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ദേവസ്വത്തിന്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും വലിയ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രേമചന്ദ്രനെ കുറെ കാലങ്ങളായി BJPയുടെ തൊഴുത്തിൽ കെട്ടുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ നാവായിട്ട് പ്രേമചന്ദ്രൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ പല തവണയായിട്ട് പ്രചാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇവിടെയും പ്രേമചന്ദ്രൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ പൊറോട്ടയും ബീഫും കഴിപ്പിച്ചാണ് രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും മല ചവിട്ടിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോഴും കോൺഗ്രസ് അത് ഏറ്റെടുക്കുവാൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു? ഞാനിപ്പോൾ കേൾക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ അതല്ലാതെ കോൺഗ്രസ് അത് ഓൺ ചെയ്യുന്നില്ല. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. പക്ഷേ എന്തോ ഒരു മടി കാണിക്കുന്നുണ്ട് കോൺഗ്രസ്. എന്തുകൊണ്ട്? അത് അദ്ദേഹം ഈ സംഘപരിവാറിന്റെ വാലാകുന്നു എന്ന രീതിയിലുള്ള എതിർ പ്രചാരണം വരുന്നത് കൊണ്ടാണോ? ശ്രീ മഞ്ജുഷ്, നോക്കൂ, CPM എല്ലാ കാലത്തും എല്ലാ വിശ്വാസങ്ങളെയും ആവശ്യമുള്ളപ്പോൾ തച്ചു തകർക്കുകയും അല്ലാത്തപ്പോൾ ചേർത്തു പിടിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാത്തവരാണ്. ഇപ്പൊ നാടൻ ഭാഷ